അപ്പോൾ ഗൈസ് പാർട്ട് 1 നമ്മളവിടെ തുടക്കം മുതൽ എല്ലാം കാണിച്ചിരുന്നത്. ഇനി അങ്ങോട്ടേക്കുള്ള കാഴ്ചകൾ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും പോരെ. ആർച്ച് ഫുള്ള് എല്ലാവരും കടന്നിരിക്കുക കേട്ടോ. നമ്മളിങ്ങനെ മുന്നിൽ പോവാ. ഇനി ഇതൊക്കെ കയറി അങ്ങെത്തണം. സംഭവം ടിക്കറ്റ് വരുന്ന ഒരാൾക്ക് 750 റുപ്യ. എന്താ 5 ആൾക്ക്, ഞങ്ങൾക്ക് 5 ആൾക്ക് ഇപ്പോൾ എത്ര ആയത്? 5 ആൾ 7 ആൾക്ക് ഞങ്ങൾക്ക് 5300 റുപ്യ. അതിന് സംഭവം സത്യം പറഞ്ഞാൽ 750 റുപ്യ വെറുത്താട്ടോ. അടിപൊളിയാണേ, വെറുത്താ. പകുതി കയറിയപ്പോൾ തന്നെ വെറുത്താക്കി. ഇനി ബാക്കി ഫുൾ വ്യൂവും കൂടി ആയാൽ സബാഷ്. ഹൈസ് അതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തണം കേട്ടോ. അത് കയറി കഴിഞ്ഞ് നേരെ ഇതും കയറണം. ഇതിൻ്റെയും ടോപ്പിലെത്തണം. ഇവൻ്റെ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിന് നേരെ കയറാം കേട്ടോ. അപ്പോൾ ഹൈസ് നമ്മൾ ഏകദേശം കയറി എത്തിട്ടോ. ഇപ്പോൾ തന്നെ നോക്കിയാൽ ഫുള്ള് ക്ഷണിച്ച് നേരത്തെ ഒലിക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തണം. അതോ ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചില്ലേ. അങ്ങനെ ടോപ്പിലൊക്കെ അതിന് ടോപ്പിലെത്തിട്ടോ. വലിയ സീന് ചത്ത് 1 മണിക്കൂറായി അവിടെ കയറി നിന്നിട്ട്. ആരെങ്കിലും ഫോട്ടോ എടുക്കുക പറഞ്ഞിട്ടെ. അതൊരു ക്ലിയറും ഇല്ല, വെറുതെ കയറി നിൽക്കാം. നോക്കിയാ എന്താണ് ബാനാസുര ഡാം, ഫുൾ ഡാം. നമ്മുടെ ചേച്ചീൻ്റെ ഇത് വയ്ക്കാം. ചേച്ചി വളർന്നോ? ചേച്ചിക്ക് എന്താ പറയാനുള്ളത് ഞങ്ങളെ പറ്റിയിട്ട്? എന്തേലും പറയാ ചേച്ചി, ഞങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട് കയറിയിട്ടൊന്നും പറയാനില്ല. പക്ഷെ ഞങ്ങളടുത്ത് എത്തിയില്ലേ. നമ്മള് പ്രേക്ഷകർക്ക് ഇത് കാണിച്ചു കൊടുക്കുന്നല്ലേ. ഒരു ഇനി ഇവിടുത്തെ ആള് വരണ്ടേ, അതിന് വേണ്ടിട്ടാ ആൾക്കാർ വരണ്ട ഇവിടുത്തേക്ക്. എന്നാൽ അറിയാത്തവരുണ്ടാവില്ലേ, അവർക്ക് വേണ്ടിട്ട്. ഓക്കെ ചേച്ചി ടിപ്പ് പറഞ്ഞു നിക്ക്. ചേച്ചി ടിപ്പ് പറഞ്ഞു. ഫസ്റ്റ് എത്തിയാൽ നമുക്ക് വിശാലമായിട്ട് വീഡിയോ എടുക്കാം. ടിപ്പ് ചേച്ചി പറഞ്ഞതാ. വേഗം പോയാൽ നമ്മൾ വിശാലമായിട്ട് വീഡിയോ എടുക്കാം. നമുക്ക് എല്ലാവർക്കും ഫോട്ടോ എടുത്തിട്ട് പോവാ. അപ്പൊ ഇത് തീർന്നിക്കില്ല മല, ഇത് തീർന്ന്. ഇനി മല കയറാണ്ട്. അത് കിലോമീറ്ററിന്റെ മൊത്തോ. അമ്മേ ഇവിടുത്തെ ഒരു വ്യൂ നോക്കണേ, കിഡിലും വ്യൂ. ഇനി ഏത് മല? ആ മല കയറണ്ടേ? അത് എവിടെ? ആ കോട എടുത്ത് പോവില്ലേ ചേച്ചി? ഫുള്ള് കയറാൻ പറ്റില്ല. ആ കോടയുള്ള സ്ഥലത്തൊന്നും കയറാൻ പറ്റില്ല. നമുക്ക് ആരോട് പറയണ്ട കയറിയാലോ? ജനങ്ങളോട് പറയണ്ട. നമ്മള് കയറി പോകുന്ന അവര് കാണൂലേ. അവിടെയൊക്കെ പുല്ലല്ലേ, പുല്ലിന്റെ ഉള്ളിൽ കൂടെ പോയിട്ട് കാലെല്ലാം മുറിയൂലേ. ആനയുടെയല്ലേ? ആനേനെ എവിടെയുള്ളതെന്നിപ്പോ നമുക്കറിയോ? ആന ഏതെങ്കിലും കാട്ടിലുണ്ടാവും. കഴിഞ്ഞ ആഴ്ച ഞങ്ങള് കണ്ടു. ഇതാട്ടോ കോഴിക്കോട് ടൗണ് അല്ലേ? ആ കോഴിക്കോട് ടൗണ്. പിന്നെ കമ്പളക്കാട് കാണുന്നുണ്ടോ? അതോ കമ്പളക്കാട്. നിങ്ങളുടെ കമ്പളക്കാട് ആ ഭാഗത്താ വരിക. ഇവിടെ അല്ലേ? കുറുമ്പാലക്കോട്ട കണ്ടോ? ഏതോ കുറുമ്പാലക്കോട്ട? നേരെ നീ നിൽക്കുന്നേരം നേരെ മുകളിലുള്ള മല. ഇത് കുറുമ്പാലക്കോട്ടയാ? ആ അപ്പൊ ഞങ്ങൾ കമ്പളക്കാട് കാണൂല. കുറുമ്പാലക്കോടിന്റെ അപ്പുറത്തല്ലേ? കുറുമ്പാലക്കോടിന്റെ അപ്പുറത്തല്ലേ? ആ ഇത്രയും കിടിലൻ വ്യൂ ആയിട്ട്
എങ്ങനെയാണ് വരാതൊക്കെ? വയനാട്ടുകാരാണ് മസ്റ്റായിട്ട് വരണം. ഇനിയിപ്പോൾ പുറത്തുനിന്നുള്ളവരാണെങ്കിൽ വിളിച്ചു നോക്കിയിട്ട്. ചേച്ചി ഇവിടെ വിളിച്ച് ബുക്ക് ചെയ്ത കാര്യമുണ്ടോ? ഇല്ല, കാര്യമുണ്ടോ? ഞങ്ങൾ ഇതുവരെ വിളിച്ചു കേസ് നേരത്തെ ഒരു ടീം വിളിച്ച് ബുക്ക് ചെയ്ത്. അപ്പോൾ അവരോട് പറഞ്ഞത് അതിനെക്കാട്ടി വിളിച്ചു ബുക്ക് ചെയ്ത കാര്യമില്ല, ആളപ്പനൊക്കെ ആളാക്കി അവരെങ്ങനെയൊക്കെയോ കയറ്റി വിട്ടതാ. അതിൽ തിരിച്ചു വിടും. വിളിച്ച് ബുക്ക് ചെയ്ത് നേരത്തെ വരണം, എല്ലാം കിട്ടാൻ ചാൻസില്ല. പറ്റിച്ച് വിചാരിച്ചിട്ട് ഒഴിവാക്കും. വിളിച്ച് ബുക്ക് ചെയ്യുന്നവരാണെങ്കിൽ നേരത്തെ 6 മണിക്കേ ഇവിടെ എത്തിക്കുക. 8 മണിയാകുമ്പോഴാണെങ്കിൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. 7 ആകുമ്പോഴേക്ക് എത്തിക്കോട്ടെ അല്ലേ? വിളിച്ച് ബുക്ക് ചെയ്യുന്നവർ അങ്ങനെ. വയനാട്ടുകാരാണെങ്കിൽ മസ്റ്റായിട്ട് ഒരു വട്ടയിൽ ഇത് കയറണം. ഇതിൻ്റെ ഒരു ഭംഗി അറിയണം അല്ലേ? ഇതൊക്കെ തെരയൊക്കെ വിളിക്കുന്നുണ്ട്. ഫുഡ് നമ്മളെ ഫുഡ് UK കാരൻ കൊണ്ടുവന്ന ക്രീമും ഇതോ. ഇത് നോക്കിങ്ങള്, ഇത്രയല്ല കിട്ടില്ല സ്ഥലത്ത്, അടിപൊളി സ്ഥലത്ത് ഒരു വട്ടയെങ്കിലും വന്നിട്ടില്ല. നഷ്ടം തന്നെ കേട്ടോ. നഷ്ടം എന്ന് വെച്ചാൽ അന്യായ നഷ്ടം. 750 മുതലായി. ഇനി അടുത്തത് ആ മല കയറാൻ പോവാ. അതിന്റെ മുകളിൽ പൊരേന്ന് തിന്നാൻ കൊടുക്കാത്ത കളി കളിക്കുന്നേ നോക്കിയാ. എന്തിന് ന്യൂട്രലയാ UK. ഇത് ഒരു മലയല്ല, ഇനി 4 മല ഉണ്ട്. ഒറ്റക്ക് നിന്ന് പട്ടി എന്ത് ഉളുപ്പില്ലാതാടാ. ഒറ്റക്ക് നിന്ന് കടല കായൽ മല ഗൈഡ് അമൽ നമ്മളില്ല കേട്ടോ. ഞാൻ വീണ്ടും എടുത്തു വരുന്ന കാര്യം, വയനാട്ടുകാരാണെങ്കിൽ ഒരു വട്ടയിലും കയറണം മസ്റ്റ്. വയനാട്ടുകാരാണെങ്കിലാ പറഞ്ഞത്. വയനാട്ടിലാണ് എന്തായാലും കയറണോ. ഇവിടെ ഉണ്ടായിട്ട് കയറാതെ പുറത്തുനിന്നാണ് ആരാണെങ്കിൽ വിളിച്ചിട്ടൊക്കെ വരിക. പക്ഷെ ഞാൻ ചലഞ്ച് എടുത്തത് വെള്ളം കുടിക്കണം. മേലെ എത്തുന്നു ഫുൾ ബോട്ടിൽ. തുറക്ക്. ഇപ്പൊ നമ്മൾ കുടിക്കാൻ പോകുന്ന നമ്മള് സ്ട്രേഞ്ചേഴ്സിനൊക്കെ വെച്ചിട്ട് ഓർമ്മകളൊക്കെ രസാലേ. കോഴിക്കോടേക്ക് എങ്ങനെ കേറുമ്പോ നല്ല ടീഷർട്ട് ഒരു മഴ എല്ലാരും ഒന്നിച്ച് ഫുഡൊക്കെ കഴിച്ച്. മഞ്ഞിറങ്ങിട്ടോ. മഞ്ഞിറങ്ങുന്നുണ്ടേ, നല്ല മഞ്ഞിറങ്ങുന്നുണ്ട്. നല്ല മഞ്ഞിറങ്ങുന്നുണ്ട് കേട്ടോ. നമുക്ക് എടുത്തൊരു ഫോട്ടോ എടുത്തിട്ട് എന്താക്കാം, ആ മലയിലേക്ക് അതിന്റെ മുകളിലേക്ക് അവിടുത്തെ മഞ്ഞ കൂടി കൊണ്ട് അവിടെ പോയി ഫോട്ടോ എടുത്ത് കഴിച്ച് അവിടെ ഒരു ഫോട്ടോ എടുത്തിട്ട് എല്ലാവരും കൂടിയിട്ട് അത് വെറും മറ്റേ ഫോട്ടോ എടുക്കാണ് പോന്നാ. ഒരു ഫോട്ടോ എടുക്കാൻ എത്ര നേരം നോക്കണേ. ഒന്നും മതിയടാ. അടുത്ത മല കയറാൻ പോന്ന കേട്ടോ. 3 കയറി, ഞാൻ അടുത്ത കയറാൻ പോന്ന. ഭയങ്കര ടാസ്ക് കേട്ടോ. മൊത്തം 6 കിലോമീറ്റർ എൻ്റെ കാരണം. 6 12 മൊത്തം 12 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയിട്ട്. നല്ല അടിപൊളി ആംബിയൻസും കാര്യങ്ങളൊക്കെ ഉള്ള കേട്ടോ. ഇനി നമ്മൾ അടുത്ത മല, ഈ മല ഇറങ്ങി അടുത്തത് എന്താ ആനന്ദ മല കേട്ടോ. ഈ മല ഇറങ്ങി സായിപ്പുമല കയറി. സായിപ്പുമല പേരൊന്നും എന്താണെന്ന് ചോദിക്കല്ലേ, അതൊന്നും അറിയില്ല. അടുത്ത സായിപ്പുമല കാണിച്ചു തരാം. ഇതാണ് കേട്ടോ സായിപ്പുമല.
ഇതിൻ്റെ ഏകദേശം പകുതി മുക്കാൽ വരും കയറുന്ന പറഞ്ഞേ. അങ്ങാടെ ആൾക്കാർ കയറുന്നുണ്ട്. പക്ഷേ ഒരു പൊട്ട് പോലെ കാണുന്നു അവിടെ കയറുന്നു കേട്ടോ. എൻ്റെ മുക്കാലും കയറാൻ പറ്റും. നമ്മളെ ആൾക്കാരൊക്കെ അങ്ങെത്തി. ഞാനൊക്കെ ബൈക്കില്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോ എടുത്തിട്ട്. പിന്നെ അതിൻ്റെ മുകളിലെത്തിയിട്ട് കാണാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിടച്ച് വീഡിയോ എടുക്കുമ്പോൾ കഴിയുന്നില്ല. കയ്യിൽ ബാഗും സാധനങ്ങളും ഇതുകൊണ്ട് മേലെ എത്തിയിട്ടാണ് ഗൈസ് മൂന്നാമത്തെ മലേൻ്റെ പോയിക്കൊണ്ട് കേട്ടോ. ആവശ്യമൊക്കെ ഇതൊരു കയറി കഴിഞ്ഞില്ലേ സത്യം പറഞ്ഞാൽ ആവൂല. ഇത്ര കയറാനൊരു കയറാൻ തുടങ്ങിയിട്ട് ഇപ്പം തന്നെ 2.5 മണിക്കൂർ 3 മണിക്കൂറൊക്കെ കയറാൻ തുടങ്ങിയിട്ട്. ഇതായിട്ട് ലാസ്റ്റ് മല. ഇതല്ലാണ്ട് ടോപ്പ്, അതിൻ്റെ അപ്പുറത്തേക്ക് ടോപ്പുണ്ട്, അതിൻ്റെ മേലായിട്ട് കയറേണ്ടത്. വയ്യ സത്യം പറഞ്ഞാൽ കൊയങ്ങി. ഫുഡും വെള്ളമൊക്കെ എടുത്തോണ്ട് പിന്നെയോ പറ്റുന്നുണ്ട്. ഒന്നും എടുക്കാണ്ട് വന്നിങ്ങനെ പെടും. ഞാൻ എന്നെ കാണിച്ചതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്നെ കണ്ടിട്ട് എന്താ കാര്യം? ഈ വ്യൂ ഒക്കെ കാണണം. ഗൈസ് ഇനിയോ ഇത്ര കൂടെ കയറാണ്ട് കേട്ടോ. അതാ ആ മേലെ ഒറ്റമരം കണ്ടില്ല അവിടെ, ആകെ പെട്ട് എന്താ ചെയ്യാണ്ട് വരണ്ടേനെന്തായി. അല്ലോ ഇത്ര പ്രതീക്ഷിക്കില്ല, അല്ലാണ് ഇത്ര പ്രതീക്ഷിക്കില്ല. നമ്മളുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ചാടിക്കയറി അങ്ങ് വന്ന്. പക്ഷേ ഇങ്ങനെ പണി കിട്ടുന്ന ഒരിക്കലും വിചാരിച്ചില്ല. ചൂപ്പാടിളകി. മക്കളെ കൂട്ടിയിരുന്നവരൊക്കെ ശ്രദ്ധിച്ചോളി. ഓരെടുക്കേണ്ട വേറൊരു ഡ്യൂട്ടി, നിങ്ങൾക്ക് നടക്കേണ്ട വേറൊന്ന്. ഞാനൊക്കെ അങ്ങോട്ട് കയറാൻ നേരത്ത് ഒരു ചോദിക്കുന്നുണ്ട്, മക്കളും വരാനില്ലാണ് 10 വയസ്സുള്ള 9 വയസ്സുള്ള മക്കൾ. ഈ വീടിന് ഫസ്റ്റ് ചിലപ്പോൾ ഉണ്ടാവും, അത് ശ്രദ്ധിച്ച് നോക്കി. ഓരൊക്കെ എങ്ങനെയാണ് കയറി പടച്ചോനെ അറിഞ്ഞ. അതോ ഓരോ മല കയറുമ്പോൾ ഓരോ ഫോട്ടോ, അതാണ് ഇവൻ്റെ. ഏടത്തിയാലും ഫോട്ടോ. വാവ് നൈസ് നൈസ്. ഒരു ഇടയ്ക്കൽ കേവ് ടച്ച് പോലെ ഉള്ളിലേക്ക് മല. നമ്മുടെ ഫുള്ള് അടിപൊളിയാട്ടോ. മരം കൂടി കയറി കഴിഞ്ഞ വെയ്യ ചത്ത്. ചെറിയൊരു ചാറ്റമയം കൊണ്ടുണ്ട്, സെറ്റാ. നമ്മളേറ്റവും ടോപ്പിലെത്തിട്ടോ. അവിടെ എത്തിപ്പെട്ടുള്ള കാഴ്ച കാണിച്ചു തരാം. പ്രിയമുള്ള ശരീര സൗന്ദര്യ ആരാധകരെ, ഇത് ആരംഭിക്കുന്നു മ്യൂസിക് വിത്ത് ബോഡി മസിൽസ്. ഭാരതം എന്നാൽ പാരിനടുവിൽ കേവലം ഒരു പിടി മണ്ണല്ല, ജനകോടികൾ. എൻ്റെ മക്കളെ നോക്കി, നിങ്ങൾ അവിടെ നിന്ന് നോക്കി നിങ്ങളുടെ വ്യൂ ആണേ. എന്ത് രസമാണ് കാണാൻ, ഒരു രക്ഷയില്ല കേട്ടോ. നമുക്ക് താഴേക്ക് വെക്കാം. UK-കാരനെ ഇത് വേണം, മീൻ പൊരിച്ചും അത് കൊച്ചി കിട്ടുന്ന, കൊച്ചി കിട്ടുന്ന. ആക്ഷേപിക്കുന്നൊരു വ്ളോഗറെയാണ്. കടന്നും ഇരുന്നും എങ്ങനെയും ഫോട്ടോ എടുക്കാൻ അറിയുന്ന അർഷാദ് ചെമ്പൻ, അർഷാദ് CK. അതാ ഇരുന്നു കൊണ്ട് ഏത് ബാത്റൂമിന്റെയും കുളിമുറിയിൽ ചെന്ന് ഫോട്ടോ എടുക്കുന്ന ഓക്കെ. അത് ചെയ്യാം നമുക്ക്, അത് ചെയ്യാം. ഓക്കെ അതെങ്ങനെ ചാടി ചാടി. അത് ടീന്ന് കൊടുക്കട്ടെ ഇനി ഞാന്. ഓ ഇവനാണ് താരം, ഇന്നത്തെ താരം. നോക്കൂ നിങ്ങൾ, നോക്കൂ. അപ്പൊ ഇന്നത്തേക്ക് ഇത്ര. ഇന്നത്തെ ഔട്ട്രോ അർഷാദ്, ഇന്നത്തെ ഔട്ട്രോ അർഷാദ്. ഔട്ട്രോ പറ. അതൊക്കെ ഉച്ചിൻ്റെതാ.
ചെമ്പന്റെ കൊടിയാടിക്കുന്ന അറിയാ വായിക്കൂല ചായന്റെ കുറവുണ്ട് എന്താ നമ്മളെ ചേച്ചി കുടിക്കുന്നുണ്ട്. ഇപ്പൊ ഗൈസ് താഴെത്തിയിട്ട് എന്താ ഇതുണ്ടെങ്കിൽ ചാർജ് ഉണ്ടെങ്കിൽ ഔട്ടർ താഴെന്ന് എടുക്കുമെന്ന്. ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടി അഥവാ ചാർജ് ഇല്ലെങ്കിൽ ഒന്നുകൂടെ എടുക്കാണ്. അപ്പൊ ഇതാണ് നമ്മള് വ്യൂ കേട്ടോ. ടോപ്പില് ഒരു ചെങ്ങായി ഒക്കെ കേറാൻ പറ്റാത്ത സ്ഥലത്തൊക്കെ വരെ കേറിയിട്ട് ആ 3 മറ്റേ നടുവിലുള്ളതാട്ടോ. ഇത്ര സൂമുള്ളിനകത്ത് ഈ പ്രായത്തിൽ എന്നാൽ ചേച്ചിനെ സമ്മതിച്ചിട്ടോ. കണ്ടു ഒരെണ്ണം മാത്രം നടന്നു. നമ്മളെ വെള്ള ടീഷർട്ട് ഇട്ട് സെക്കനെ പോലെ. ചേച്ചി ഇതൊന്നുമല്ല ആനനെയും കണ്ടിട്ടോ. നമ്മളെ നാട്ടിലുണ്ട് കമ്പളക്കാടത്ത് ആനേനെ കണ്ടിക്കോ. കമ്പളക്കാടത്ത് ആനേനെ കണ്ടിക്കോ. എങ്ങോട്ട് വന്നു ചേച്ചി? അതാ ആന. അപ്പൊ ബനാസിൽ ആനന്റെ ഒന്നും വിശ്വാസമായി കണ്ട്. ആ പോ അതിങ്ങനെ ഒന്നിച്ച് കാണിക്കുന്നുണ്ട്. ഇല്ല അതൊന്നും പരിപാടി. അതിന്റെ കൂട്ടം അവിടെ ആയിരിക്കും. പുഷ്പം പോലത്തെ അതന്നെ അത് ഞാൻ പറഞ്ഞേ. അവ വൈദ്യുതി ഒന്നും ഒറ്റക്കൊമ്പോ ഈ ചെലവന്മാരുണ്ട് ചേച്ചി. ഈ വൈമാറി വരുന്നു അവന്മാരെ സൂക്ഷിക്കും. നടക്കങ്ങോട്ടെ. ഇറങ്ങാണ്. അപ്പൊ ഇന്നത്തെ കിട്ടുകയാണോ? ഓക്കെ ബൈ ബൈ ബൈ.